ഇല്ല, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഇവിടെ നിന്റെ ഒരു കണ്ണുണ്ടായിരിക്കട്ടെ. ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് ചോദിക്കാം. ആരാ? ഞാൻ വാങ്വേ ഗ്രൂപ്പ്സിന്റെ സിഇഒ വാങ്വേയുടെ PA ആണ് സംസാരിക്കുന്നത്. ആന്റി, ഞാനാ വൈ. ആ വൈ പറ മോളെ, എന്താ വിശേഷിച്ച് വിളിച്ചത്? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഹെൽപ്പോ? ഇനി എന്ത് ഹെൽപ്പ്? ചെയ്തു തന്ന ഹെൽപ്പ് കാരണം ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ കുറ്റക്കാരിയായി നിൽക്കേണ്ടി വന്നത്. എനിക്ക് ക്യാഷ് അയക്കുമ്പോൾ വെൻ ഗ്രൂപ്പ്സിന്റെ അക്കൗണ്ടിൽ നിന്നും അയക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരില്ലേ? പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തേ? അത് മോളെ പെട്ടെന്ന് അർജന്റായിട്ട് ക്യാഷ് വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ മുന്നിൽ പെട്ടെന്നുള്ള വഴി അത് മാത്രമായിരുന്നു. അതാ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇതുവരെയായിട്ട് ഞാൻ അവരോട് ആരാണെന്ന് മറച്ചു വെച്ച് അവരെ കൂടെ നിന്നതിന് എല്ലാം ഇന്ന് എനിക്ക് കിട്ടാൻ പോക്കാം. ഇതിന്റെ പേരിൽ അവരെങ്ങാനും എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയാൽ അതോടെ വൈവയെയും നിങ്ങൾ അങ്ങ് മറന്നേക്ക്. നീയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വെൻ വൈ. നിനക്ക് വേണ്ടി ഇവൾ ക്യാഷ് അയച്ചു തന്നതും ഞാൻ അറിഞ്ഞു. നിന്റെ ആ കടം നീ എങ്ങനെ അടക്കും വെൻ വൈ? വെൻ ഗ്രൂപ്പ്സുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് 7 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെ നീ മറന്നു. എന്നിട്ടൊരു അത്യാവശ്യം വന്നപ്പോ വെൻ ഗ്രൂപ്പ്സിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു അല്ലേ? മിസ് വാങ്വേ, ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അത് തിരിച്ചു നൽകിയിരിക്കും. അല്ലാതെ ആരുടെയും ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ ആ ക്യാഷ് അങ്ങ് അടിച്ചേക്ക്, അതും എത്രയും പെട്ടെന്ന് തന്നെ. ഓക്കെ, ഞാൻ തന്നിരിക്കും. ഓക്കെ, 1 വീക്ക് ഞാൻ ടൈം വരാം. അതിനുള്ളിൽ നീ മുഴുവൻ ക്യാഷ് തിരിച്ചു തന്നിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതുപോലെ നീ അനുസരിക്കേണ്ടി വരും. എന്ത് വന്നാലും വെൻ വൈക്ക് ആ ക്യാഷ് അടക്കാൻ കഴിയരുത്. അവൾ തിരിച്ച് എന്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കണം. അതിന് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാൻ നോക്കും. അവരെവിടേക്കാ പോയത്? ഒന്നും പറഞ്ഞിട്ടില്ലേ? ഞാനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പോയതായിരുന്നു. ഇറങ്ങി വന്നപ്പോ അവനെ കാണുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ പ്രോബ്ലം ഉണ്ട്. അതിന്റെ അടുത്ത് അവന്റെ അമ്മൂമ്മയുടെ വെറുതെ തലവേദന കൂട്ടാൻ വേണ്ടി. എന്റെ വിധി അല്ലാതെ ഇനിയാളികൊണ്ട് എവിടെ പോയി തപ്പും? അവനെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ അവന് ഇവിടെ ഫോൺ വെച്ചിട്ട് പോയത്. നിനക്ക് അവനെ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താ ലോഹാൻ? ഒന്നാമത് ദേഷ്യം വന്നിരിക്കാം. അതിന്റെ അട്ടക്ക അവന്റെ. ഹേ ലോഹാൻ, നിനക്ക് വെൻ ഗ്രൂപ്പ്സിനെ കുറിച്ച് അറിയോ? വെൻ എന്റർടൈൻമെന്റ്സ്. ഓഫ് കോഴ്സ്, അതല്ലേ ആന്റിയുടെ കമ്പനിയല്ലേ? വെൻ എന്റർടൈൻമെന്റ്സിനെ കുറിച്ച് ആർക്കറിയാത്തത്? അല്ല, നീ എന്തിപ്പോ അതിനെ പറ്റി ചോദിക്കുന്നേ? അത് പറയാം. നിനക്ക് വെൻ ഗ്രൂപ്പ്സിന്റെ സിഇഒയുടെ മകളെ അറിയാമോ? വെൻവൈ അല്ലേ? അവളും ഞാനും ലിയോ ഒക്കെ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. പിന്നെ എങ്ങനെ അറിയാതിരിക്കാനാ? ലോഹാൻ, അവളിപ്പോ എവിടെയുണ്ട്? ഐ മീൻ, അവളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് എവിടെയും ഇല്ലല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. ആക്ച്വലി എനിക്കും അതിനെ പറ്റി വല്ല അറിവൊന്നുമില്ല. അവളെ ഞാൻ കണ്ടിട്ടില്ല 7 years കഴിഞ്ഞു. അവളും ആന്റിയും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലായിരുന്നില്ല പോയത്. അവർ തമ്മിൽ എപ്പോഴും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. ഒരിക്കൽ വലിയൊരു പ്രോബ്ലം ഉണ്ടായി. അത് ഇതാക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. അതിനുശേഷം അവളെ പറ്റി ഒരു വിവരവും ഇല്ല. അവളെ കാണാതായി എന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടി അവൾ സ്റ്റേറ്റിലാണ് പഠിക്കുന്നതെന്ന് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചു. സത്യാവസ്ഥ എന്താണെന്ന് അവളോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ലിയോണും ചെയർമാനും തമ്മിലുള്ള പ്രോബ്ലം പോലെ വല്ലതുമാണ്? അതെനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഞാനിപ്പോ എങ്ങനെ പറയാന്നറിയില്ല. അവൾക്ക് അവളെ അച്ഛനെ വളരെയധികം ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു. അതിനുശേഷം അവളെ ആരും ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ല. അതിനിടക്ക് അവളുടെ അമ്മ വേറൊരു മാരേജ് കൂടി ചെയ്തതോടെ അവൾക്ക് ആന്റിയോട് വെറുപ്പായി. അതിന്റെ കൂടെ വേറെ ഓരോ പ്രോബ്ലംസ്. ആ വെറുപ്പ് കൂടി ഒടുക്ക അവള് സഹിയായിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയതാണെന്നാ കേട്ടത്. നീയും അവളും ലിയോണും ഒക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നതാണെന്നല്ലേ പറഞ്ഞേ? അവളെ എങ്ങനെയാ ലിയോണിനോടുള്ള പെരുമാറ്റം? ഐ മീൻ, അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു എന്നോ? നല്ല ബെസ്റ്റ് ചോദ്യം. ലിയാങ് സങ് മെയിലേക്കാൾ കൂടുതൽ കാര്യം അവളിയായിരുന്നു. ഷീസ് ലൈക്ക് എ സിസ്റ്റർ ഫോർ ഹിം. അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനോട് പോലും ഒരു വാക്ക് പറയാതെയാ അവള് വീടിന്ന് ഇറങ്ങിപ്പോയത്.
ഓഹോ, എടി കള്ളപ്പരാതി വൈവയും നീയോണും തമ്മിൽ ഇത്ര വലിയ ബന്ധം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവളുടെ ഓരോ ഗോസിപ്പും അവൾ ഉത്സാഹിച്ച് പോസ്റ്റ് ചെയ്തെന്ന്. അവനുമായിട്ട് ഇത്ര നല്ല അടുപ്പത്തിലായിരുന്നിട്ട് അവളെന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? സംതിങ് ഫിഷ്, എന്തൊക്കെയോ ഇതിനിടക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനവളിൽ നിന്ന് പിന്നെ ചോദിച്ച് മനസ്സിലാക്കും. ഞാൻ പോട്ടെ, അവളെ ഒന്ന് ഒട്ടിക്കേണ്ട സമയമായിരിക്കുന്നു. അല്ലി, നീ ഈ നേരത്തേക്ക് എവിടത്തേക്ക് ഇറങ്ങിപ്പോയത്? ഒന്ന് പോകുമ്പോ ഒരു വാക്ക് നിനക്ക് പറഞ്ഞാലെന്താടാ? നീ എന്താടി ഈ നേരത്തെ ഇവിടെ? അല്ലെങ്കിൽ തന്നെ നിന്നെ കൊണ്ടൊന്നും എനിക്കൊരു മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. ഉള്ള സമാധാനം കൂടി കളയാനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് കെട്ടിയെന്നളി വന്നത്. ഡിയർ ലിയോൺ സർ, എവിടെയെങ്കിലും പോകുമ്പോൾ ഇവനോട് മൊഴിഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഇവിടത്തേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. നിന്നെ തിരിഞ്ഞു നടക്കലാണല്ലോ ഇപ്പോൾ എന്റെ ജോബ്. ഞാൻ നിന്നോട് എന്റെ പിന്നാലെ അലയാൻ പറഞ്ഞു ഇല്ലല്ലോ? അപ്പോ ഇവിടെ നിന്ന് ഓവർ ഷോ കളിക്കാണ്ട് ഇറങ്ങിപ്പോ. ഐ സെഡ് ഗെറ്റ് ഔട്ട്. ലിയോൺ, തന്റെ ലിമിറ്റ്സ് താൻ ക്രോസ് ചെയ്യുന്നുണ്ട്. നിന്നെ കാണുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അടുത്ത ഗോസിപ്പ് കോളത്തിൽ കാണാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് പറ, നീ ഇപ്പോ എവിടെ പോയിട്ട് വരുവാ? ലോഹാൻ, ഞാൻ പോകുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. നൈറ്റ്. ഈ രാത്രിയില് ഇയാള് തനിച്ചു പോണ്ട. നടക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്. വരാൻ ഒറ്റയ്ക്ക് അറിയാമെങ്കിൽ തിരിച്ചു പോകാനും ഈ ലക്കിക്ക് അറിയാം. പോട്ടെ. ഇയാളെന്താ കാണിക്കുന്നത്? കൈ വിടാനല്ലേ പറഞ്ഞേ? വിടടോ. ലോഹാൻ, ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ? ലിയോണെ, ഞാൻ തനിച്ച് പൊക്കോളാം. ഞാൻ തനിച്ച് വയ്ക്കണമെന്ന് ഇയാളോട് ഞാൻ പറഞ്ഞതില്ലേ? പിന്നെ എന്തിനാ എന്നെ വലിച്ചു കയറ്റിയേ? ഓവർ സംസാരമൊന്നും വേണ്ട. നിന്നെ തനിച്ചു വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടേ തിരിച്ചു പോകും. ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്ക്. ഇനി ഇവിടുന്ന് ഞാൻ നടന്നിട്ട് പോയിക്കോളാം. ഇത്രയും ദൂരം എന്നെ ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ് മിസ്റ്റർ ലിയോൺ. ലിയോണെ, എന്റെ ബാഗ് തന്നിട്ട് പോടും. ദ്രോഹി. താനെന്തിനാ എന്റെ ബാഗ് എടുത്തിട്ട് പോയത്? ആ തിരിച്ചു തന്നിട്ട് പോ. ഐ എം സോറി ഡിയർ, എന്റെ കാറിന് റിവേഴ്സ് ഗിയറില്ല, അതുകൊണ്ട് തിരിച്ചു വരാൻ സാധ്യതയില്ല. നീ എന്താ ആളെ കളിയാക്കണോ? മര്യാദയ്ക്ക് എന്റെ ബാഗ് തന്നിട്ട് പോ. ഇവിടുന്ന് തുള്ളാതെ വേഗം വീട്ടിലോട്ട് പോവാൻ നോക്ക്. ബാഗൊക്കെ നാളെ നീ ഫ്ലാറ്റിൽ വരുമ്പോ തരാം. ഓക്കെ? ജിയ, നീ വല്ലതും കഴിച്ചോ? എന്റെ വിശപ്പ് എല്ലാം വൈവയെ കുറിച്ച് അറിഞ്ഞപ്പോഴേ പോയി. സോ ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. എന്റേതും. അല്ല, അവള് വല്ലതും കഴിച്ചോ? അറിയില്ല. നീ പോയതിന് പിന്നാലെ ഞാൻ റൂമിൽ കയറി വാതിലടിച്ചു. അവളെ കാണുമ്പോ എനിക്ക് അവളോട് മിണ്ടാതിരിക്കാൻ തോന്നിയില്ലല്ലോ. നീയാണെങ്കിൽ അവളോട് അധികം മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ പോയത്? അതാ ഞാൻ റൂമിൽ കയറി വാതിലടിച്ചത്. അവളിവിടെ സോഫിയിൽ കിടന്നുറങ്ങി. അവളധികം ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട, ഉറങ്ങിക്കോട്ടെ. നാളെ നേരം വെളുത്തിട്ട് ബാക്കി വിചാരണ നടത്താം. എനിക്ക് പല കാര്യങ്ങളും അവളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എനിക്കൊന്ന് നല്ല ക്ഷീണയും തലവേദനയ്ക്ക്. ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ, നീയും പോയി കിടന്നു. ലക്കി, എനിക്ക് അത്യാവശ്യമായിട്ട് ചാനലിലേക്ക് ഒന്ന് പോകണം. ചീഫിന് ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. അതുവരെ നീ റെസ്റ്റ് എടുക്കുക. ഞാൻ മരുന്നൊക്കെ കൊണ്ടുവരാം. കുറവില്ലെങ്കിൽ നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാം. ഓക്കെ? ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ലോഹാൻ, ഇന്നെന്താ ഫുഡ് ഡെലിവറി വന്നില്ലേ? നീ ലക്കിയാണോ ഉദ്ദേശിച്ചത്? ഞാൻ അവളെ ഉദ്ദേശിച്ചൊന്നല്ല പറഞ്ഞ, ഫുഡ് ഉദ്ദേശിച്ച. പിന്നെ വിശന്നിട്ട് കൊടല് കയറിയെന്ന്. നീ ഇവരെ വല്ല ഹോട്ടലിലേക്ക് വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തേ? പുലി എവിടെ പോയി കിടക്കുമായിരുന്നു? മനുഷ്യനെ വിശന്നിട്ട് പാടില്ല. ഡെലിവറി പോയി. ഓക്കെ, അതേ തന്നെ. സോറി സർ, ട്രാഫിക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ഫുഡ് ആരും ഓർഡർ ചെയ്തത്? ഞാൻ ചെയ്തു. നീല പറഞ്ഞ ഫുഡ് വല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാം, അതുകൊണ്ട് ചെയ്തു. എന്തേ?
ഞാൻ ഉദ്ദേശിച്ച ലക്കി എവിടെയാന്നാ. സാധാരണ അവളാണല്ലോ നമുക്ക് ഫുഡ് തരാറ്. അല്ലടാ, അവള് നമുക്ക് ഫുഡ് കൊടുത്തിരുന്നൊന്നും നിനക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമില്ലേ? പിന്നെന്തിനാ ഈ ചോദ്യം? ഹലോ ഹണി, നീ എന്നെ കൈ നിന്ന് ചാവണോ നിനക്ക്? വല്ലാതെ മേടിച്ചു നോക്കാതെ ലക്കിയെ വിളിക്കാൻ നോക്ക്. അവളെന്താ വരാത്തെന്ന് ചോദിക്കും. അവൾക്ക് ഇപ്പൊ എന്താ നമ്മുടെ കാര്യത്തിൽ ഒട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത? ഓപ്പ് നിന്നോടല്ലേ പറഞ്ഞു വിളിക്കാനേ. അല്ലെ ചൂടാവല്ലേ, എന്നേക്കാളും വിപരീതമായിട്ട് നിന്റെ ഈ പെരുമാറ്റങ്ങളുടെ ചോദിച്ചതാ. ഞാൻ വിളിക്കാം. എടാടാ, നീ ഓവർ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്താതെ അവളെന്താ വരാത്തതെന്ന് വിളിച്ചു ചോദിക്കും. അതൊക്കെ നമ്മളെ ജോഗിങ്ങിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവളെ വിളിച്ചു പറഞ്ഞത്. അവളൊരു ദിവസത്തേക്ക് ലീവ് എടുത്തേക്കുവാ. അയ്യോ, അവളെ എന്തിനാ ശമ്പളം കൊടുത്ത് എന്റെ ബോഡി ഗാർഡായി നിർത്തി വെക്കുന്നതെന്ന് ലീവ് എടുക്കാനാണോ? അത്യാവശ്യം മാനേഴ്സ് പോലും അവർക്കില്ലേ? പറയല്ലേ, നീ ഇന്ന് വല്ല മരുന്ന് മാറി കഴിച്ചോ? അല്ല, ലോജിക്കില്ലാത്ത പലതുമാണ് നീ ചോദിക്കുന്നത്. അവളിന്ന് വരാത്തത് അവൾക്ക് പനിയായോണ്ടാ. ഇന്നലെ നീ അവളെ പാതി വഴിയിൽ നിന്ന് ഉപേക്ഷിച്ചു കാണില്ലേ? അപ്പൊ ഉള്ള മഞ്ഞും കൂടി കൊണ്ട് അവക്ക് പനി പിടിച്ചു. വാട്ട് ഫീവർ? അതിന് ഞാൻ അവളുടെ വീട്ടിന്റെ വരെ കൊണ്ടാക്കിയിട്ടാണ് വന്നത്. ഇനി ഞാൻ നടന്നു പോയിക്കോളാന്ന് അവള് തന്നെയാ പറഞ്ഞത്. അതുകൊണ്ടാ അവിടെ ഇറക്കി വിട്ടത്. അപ്പം എനിക്കറിയില്ല, എന്തായാലും അവളിപ്പോ നല്ലോണം പനി പഠിച്ച് കിടക്കുക. ഇനി എന്തായാലും അവളിന്ന് പ്രവേശിക്കണ്ട. എടാ നീ ഇത് ഇങ്ങോട്ടേക്കോ? ഡാ, അവൾ എന്തായാലും ഇന്നൊരു ദിവസം ലീവായതല്ലേ. സോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പൂണ്ട് വിളയാടിയിട്ട് വരാം. സോ ഞാൻ പുറത്തേക്ക് പോയി കറങ്ങി അടിച്ച് ഒന്ന് മൈൻഡൊക്കെ ഫ്രഷ് ആയിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരുന്നു, ഓക്കെ? ഞാൻ വരുന്നു, നീ ഒറ്റയ്ക്ക് എങ്ങോട്ടും വേണ്ട, നിക്കേ. അതെ, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമില്ല എനിക്ക് ഈ എക്സ്പോർട്ട് വരാൻ. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പൊക്കോളാം. നീ ഇവിടെ തന്നെ ഇരുന്നു, ഓക്കെ? മിസ് ലക്കി, ഗുഡ് മോർണിംഗ്. നീ എന്താ ഇവിടെ? ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണത്. നീ എങ്ങനെ ഇവിടെ എത്തി? ഇന്നലെ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തത് വരെ കാറിൽ നിന്ന് വന്നു. അതിനുശേഷം നടന്നു വന്നു. പിന്നെ നിനക്ക് പനിയാണെന്ന് കേട്ടു. ആർ യു ഓക്കെ? എനിക്ക് സാധാരണ ഈ മരുന്നൊന്നും വാങ്ങിയിട്ട് ശീലമില്ല. അതുകൊണ്ട് ഇങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇത് കഴിച്ചാൽ പെട്ടെന്ന് പനിയും ക്ഷീണവും ഒക്കെ മാറുന്ന ഫാർമസി എന്ന് പറഞ്ഞത്. ഇത് കഴിക്ക. ഗുഡ് ഗേൾ. ഇനി കുറച്ചേരം റെസ്റ്റ് എടുത്തു. ഒന്നുറങ്ങി എണീക്കുമ്പോഴേക്കും ഈ ഫീവറൊക്കെ ഈ സോള് വിട്ട് പോയിക്കോളും. എന്നാ നീ ഉറങ്ങിക്കോ, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. ബൈ. എനിക്ക് വെറുതെ തോന്നിയത്. അല്ലെങ്കിലും അവനെതിരിങ്ങനെയൊക്കെ കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നേ? ദാറ്റ്സ് ഇംപോസിബിൾ. എന്തേലും ആട്ടെ, എന്നാലും ഐ കാൺട്ട് ബിലീവ്. അപ്പോൾ അയാൾ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നു? അതെനിക്ക് തോന്നിയത്. അവനെതിരെ ഇങ്ങോട്ടേക്ക് വന്നേ? അവനെന്തിനാ എന്നോട് ഇത്തിരി നല്ല രീതിയിൽ ഇങ്ങനെ? ടോട്ടലി കൺഫ്യൂസ്ഡ്. ഈവൻ വാട്ട് ടൈം? അത് ചാൻസില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണമെന്ന് കരുതിയായിരുന്നു. ഇയാൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. പനി എങ്ങനെയുണ്ട്? പനിയൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. അല്ല, അത് പറയാനല്ലേ വിളിച്ചത് ഞാൻ നിന്നെ. പിന്നെ എന്തിനാ വിളിച്ചേ? എന്താ കാര്യം? അവിടെ ലിയോൺ ഉണ്ടോ? ലിയോൺ? സോറി ലക്കി, അവൻ നേരത്തെ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി. നീ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ പുറത്ത് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയത്. സോറി. അപ്പൊ അവൻ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നു? ലീ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു? ഐ കാൺട്ട് ബിലീവ്. ശരിക്കും വന്നു? വിശ്വസിച്ചേ പറ്റൂ. അവനെനിക്ക് ടാബ്ലറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് വന്നത്. അവനെന്താ പറ്റിയത്? അല്ല ലുഹാൻ, നീ അവനക്ക് തലക്കെട്ട് വല്ല അടിയും കൊടുത്തു? ലുഹാൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? ലുഹാൻ,
അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്. നീ അത് വിട്ടേക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. നിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ബൈ, ടേക്ക് കെയർ ആൻഡ് ഗെറ്റ് വെൽ സൂൺ. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഇപ്പൊ ഓക്കെ അല്ലേ? നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ? ചെന്ന് റെസ്റ്റ് എടുക്ക്. അല്ലല്ലേക്ക് അവനെതിരെ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലയോ? വഹി, നീ ഇപ്പൊ വൈകിട്ട് ഓഫീസിലൊക്കെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്യാനൊക്കെ വരുമ്പോ അവരെയും കൂട്ടി ഇങ്ങനെയൊക്കെ പോര്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇവളോട് ചോദിക്കാനുണ്ട്. അപ്പൊ നീ വിട്ടോ? ഓക്കെ ലക്കി, ടേക്ക് റെസ്റ്റ്. ഞാൻ അവനെയൊക്കെ കൂട്ടിട്ട് വൈകുന്നേരം വരാം. ബൈ. വൈകിട്ട് നീ എവിടെ ഉണ്ടായിരിക്കണം. നിന്റെ വിചാരണ ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. എവിടേക്ക് മുങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞേക്ക്. കാരണം അത് നിന്റെ ഒടുക്കത്തെ മുങ്ങലായിരിക്കും. മനസ്സിലായല്ലോ? അല്ലേ, പുറത്തു പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? പുറത്തു പോയിട്ട് എന്തുണ്ടാകല, അലറച്ചില ഫ്ലോട്ടിങ്ങും കുറച്ച് റൈഡൊക്കെ ആയിട്ട് പോയി തിരിച്ചു വന്നു. എന്നിട്ടിപ്പോ ലക്കിക്ക് എങ്ങനെയുണ്ട് ലീ? ഷീസ് ഫൈനോ, നാളെ വരുമായിരിക്കും. അല്ലാണ്ട് ചമ്മി എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട. കള്ള പറഞ്ഞ് എസ്കേപ്പ് ആവാനും നോക്കണ്ട. ലക്കി എനിക്ക് വിളിച്ചിരുന്നു, നീ അവളെ കാണാൻ ചെന്നെന്നു അവള് പറഞ്ഞു. അത് ഞാൻ ആ വഴി പോയപ്പോ അവൾക്ക് പനി തന്നെയാണോന്ന് ഒന്ന് അറിയാൻ വേണ്ടി ചെന്നതാ. അല്ലാതെ നീ ചിന്തിക്കുന്ന പോലെ എന്നാണോ, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ ഞാനൊന്നും ചിന്തിച്ചില്ലല്ലോ, ഇനി ഞാൻ എന്തെങ്കിലും ചിന്തിക്കണോ? നിന്റെ ഒരു കാര്യം നമുക്ക് നന്നോട്ടം കണ്ടില്ലേ പോടാ. ഡെയിലി ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ നീ അതിന് സത്യം പറയോ? നിന്നോട് പലതവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്നാലും അന്ന് നൽകിയ ഉത്തരത്തിനേക്കാൾ ഡിഫറെന്റ് ആയിട്ടുള്ള റിപ്ലൈ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിനക്ക് ലക്കിയോട് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ബട്ട് ഷീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. ആദ്യമൊക്കെ ഒരു ഇറിറ്റേറ്റിംഗ് തന്നെയായിരുന്നു. നൗ ഐ ലൈക്ക് ഇറ്റ് റിയലി. നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതിന് എന്താണ് പ്രത്യേകിച്ച് റീസൺ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വെൻ ഗ്രൂപ്പ്സിന്റെ ഒരേ ഒരു അവകാശി വെൻ വൈ എന്ന വൈ. ഇനി നീയാണ് പറയേണ്ടത് വൈ. എന്തിനായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഈ നാടകത്തിന്റെ കളിച്ചതിന്റെ റീസൺ? നീ വെൻ ഗ്രൂപ്പ്സിന്റെ ഒരേ ഒരു അവകാശിയാണെന്ന സത്യം 7 വർഷത്തോളം ഞങ്ങളിൽ നിന്ന് എന്തിനാണ് മറച്ചു വെച്ചത്? നീ അതിന് ആൻസർ പറയണം. പറഞ്ഞേ പറ്റൂ, പറ. ഞാനെല്ലാം പറയാം, എല്ലാം. ഞാനും എൻ്റെ അമ്മയും അത്ര നല്ല ചേർച്ചയിലല്ല കഴിഞ്ഞിരുന്നത്. അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചതോടെ അതിനെല്ലാം തുടക്കം അവിടെ നിന്നായിരുന്നു. അയാള് അമ്മയുമായി കൂടുതൽ അടുക്കുന്നതോ എന്നോട് സ്നേഹം കാണിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമായിരുന്നില്ല. അച്ഛനെ മറന്ന് അവർക്ക് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞ പോലെ എനിക്ക് അയാളെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞില്ല. അയാൾ പേരും പറഞ്ഞ് പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞങ്ങളിടയിൽ വഴക്കുണ്ടായിട്ടുണ്ട്. എന്തോ അതിനുശേഷം അമ്മയെ കാണുന്നത് തന്നെ എനിക്കൊരു തരം വെറുപ്പായിരുന്നു. എനിക്ക് പണ്ട് മുതലേ ഒരു ഇറിറ്റേറ്റിംഗ് എനിക്കൊരു റൈറ്റർ ആകണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള കാര്യമായിരുന്നു. എന്നാൽ എൻ്റെ ആ ആഗ്രഹത്തിന് ഒരു വിലങ്ങ് തടിയായിരുന്നു എൻ്റെ അമ്മ. ഞാൻ എഴുതുന്നതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് എപ്പോഴും പരാതിയൊക്കെ പറയും. എന്നെ കുറെ ബുക്സ് പലരെയും പേരിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്വന്തം നെയിം ഇതുവരെ ഞാൻ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. എന്റെ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞതോടെ എന്നെ സ്റ്റേറ്റിലേക്ക് വിട്ട് ബിസിനസ് പഠിപ്പിക്കാനായിരുന്നു അമ്മയുടെ തീരുമാനം. അത് കഴിഞ്ഞ് കമ്പനി കാര്യങ്ങളെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കാനും. എന്നാൽ എനിക്ക് ബിസിനസ് രീതിയിലേക്ക് തിരിയാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. കൊറിയയിൽ തന്നെ ഏറ്റവും നമ്പർ 1 എന്റർടൈൻമെന്റ്സ് കമ്പനി ആയിരുന്നിട്ടും എനിക്കതെല്ലാം ഒരു ഇറിറ്റേഷനാണ് തന്നത്. അതിനൊന്നും എന്നെ കിട്ടില്ലെന്ന് ഞാൻ തീർത്ത് അമ്മയോട് പറഞ്ഞു. ഞങ്ങൾക്ക് തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിൽ കയ്യാങ്കളികൾ ചെന്ന് അവസാനിച്ചു. ആദ്യമായിട്ട് അമ്മയുടെ കൈകൾ എന്റെ കവളിൽ പറഞ്ഞു. അമ്മ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ എന്നോട് വീട് വിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അതോടെ വെൻ ഗ്രൂപ്പ്സുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് വീട് വിട്ടിറങ്ങി.
ഈ കഴിഞ്ഞ കാലം അത്രയും ഞാൻ എവിടെയാണെന്നുള്ളതൊന്നും ആർക്കും അറിയിച്ചിരുന്നില്ല. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് എനിക്കും ബോയ്ക്കും ചാനലിൽ ജോലി കിട്ടിയിട്ടാണ് ഞാൻ എവിടെയാണെന്നുള്ളത് എൻ്റെ അമ്മയും പിയെയും അറിഞ്ഞത്. ഒരു ഫംഗ്ഷൻ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അന്ന് അവിടെ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് ആന്റിയെ കണ്ടുമുട്ടി. ഒഴിഞ്ഞു മാറാൻ ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷേ ആന്റി എന്നെ കൈയോടെ പിടിച്ചു. എന്നിട്ട് വാ തോരാതെ എന്നോട് പല കാര്യങ്ങളും പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഞാൻ അമ്മയെ കുറിച്ച് ഒരു വാക്കുപോലും അന്വേഷിച്ചില്ല. കാരണം അവർ നല്ല സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അന്ന് ആന്റിയിൽ നിന്നും പ്രോമിസ് ചെയ്തിട്ടാണ് ഞാൻ എവിടെയാണെന്നുള്ള വിവരം മുതൽ അമ്മ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ജിയുടെ ഓപ്പറേഷന് വേണ്ടി കാശ് അടയ്ക്കേണ്ട സാഹചര്യം വന്നപ്പോൾ എനിക്ക് ആന്റിയുടെ സഹായം തേടേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. നീ പറയാ, ഇതൊക്കെ ഞാൻ നിങ്ങളൊക്കെ അറിയിക്കണമായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചിറങ്ങി വന്ന ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു പാസ്റ്റ് നിങ്ങളോട് പറയണമായിരുന്നു. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഇതുപോലെ മറച്ചു വെക്കില്ലേ? നിന്റെ ഫീലിങ്സ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച തൽക്കാലം ഞങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം അറിയാനുണ്ട്, ലിയോണിനെ കുറിച്ച്. എനിക്ക് അവനെ കുറിച്ച് പറയണം. നീയും അവനും തമ്മിൽ എന്താ ബന്ധം? അത് പറ. നിന്നോട് ഞാൻ ചോദിക്കുന്നത്, അവനും നീയും തമ്മിൽ എന്ത് ബോണ്ടാണ് ഉള്ളതെന്ന്. അവനെന്റെ കസിനാണ്, എന്റെ അമ്മയുടെ ഏട്ടന്റെ അമ്മ ലിയോൺ. ഓ, എന്നിട്ട് അവൻ നീ എങ്ങനെ ഇടപെടാതെ? അതും കൂടി പറ. അത് പിന്നെ അവനെന്റെ കസിനാണ്, അത്ര തന്നെ, കൂടുതലൊന്നുമില്ല. അത്രേ ഉള്ളൂ? കളിക്കാതെ നീ അവനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പറയാന് വൈവി പറഞ്ഞത്. അവനും ഞാനും ലുഹാനൊക്കെ ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. ഹിസ് ലൈക്ക് എ ബ്രദർ ടു മീ. വൈവൈ, നീ അവൻക്ക് ബ്രദറിനെ പോലെ ആയിട്ടാണോ നീ അവന്റെ ഗോസിപ്പ് ന്യൂസ് ഒക്കെ ഇത്ര ഇൻട്രസ്റ്റോടെ വൈബോയിൽ പോസ്റ്റ് ചെയ്തത്? നീയൊക്കെ ഒരു പെങ്ങളാണോടി? ഞാൻ അവന്റെ പെങ്ങളെ തന്നെയാ. അതുകൊണ്ട് തന്നെ അവന്റെ ഓരോ ഗോസിപ്പ് അപ്പ വൈബോയിൽ ന്യൂസ് ആക്കി പോസ്റ്റ് ചെയ്യുന്നത്. ഏത് പെങ്ങളാടി സ്വന്തം ആങ്ങളുടെ ഇമേജ് തകർന്ന വിധം ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്? ഞാൻ തന്നെ, അല്ലാതെ വേറെ ആരാ? നിങ്ങൾ ഇങ്ങനെ ഈ തുറച്ചു നോട്ടുണ്ടല്ലോ, അതൊന്നും നിർത്ത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോ എന്താ അറിയണ്ടേ? ലിയുടെ ഗോസിപ്പിന് ഞാൻ എന്താ അതങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എന്നല്ലേ പറഞ്ഞു തരാം തുടക്കം മുതൽ. അവൻ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ അങ്ങനെ ഓരോ ന്യൂസും അപ്പ പോസ്റ്റ് ചെയ്യുന്നത്. അവൻ ആരുടെ കൂടെ എവിടെയൊക്കെ ഉണ്ടാകുന്ന ഇൻഫർമേഷൻ ഒക്കെ അവൻ തന്നെയായിരുന്നു എനിക്ക് നൽകിയത്. എന്തിനിങ്ങനെ ഒരുമാതിരി എല്ലാരും പന്തം കണ്ട പേടിച്ചായ പോലെ എന്നെ നോക്കുന്നത്? കാര്യമാണ് പറഞ്ഞത്. അവൻ പറഞ്ഞിട്ടാണെന്നോ ഇത്രയും കാലം നീ അവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തത്? ഓ മൈ ഗോഡ്, എന്താ സ്മൂത്ത് ആയിട്ടാ കളിക്കുന്നത്. ആരായിട്ട് പറഞ്ഞതാ? അല്ലാതെ ഏതെങ്കിലും പെങ്ങള് ഇതുപോലെ ഇമാതിരി പണി അങ്ങനെ കൊടുക്കോ? നിങ്ങൾ തന്നെ പറ. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ അതനുസരിച്ചു. അതും പണ്ട് അങ്ങനെ തന്നെയാ. അവൻ പറയുന്നതൊക്കെ അനുസരിച്ച് തന്നെയാ എനിക്ക് ശീലം. അവനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ? ഒരുമാതിരി. അവന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഇമാതിരി ചീപ്പ് ട്രിക്സ് ഒന്നും യൂസ് ചെയ്യില്ല. അവനൊന്ന് മനസ്സ് വെച്ചാൽ തന്നെ ഈ ലോകമെമ്പാടും അറിയപ്പെടുന്ന റേഞ്ചിൽ അവൻ എത്താൻ കഴിയും. അറിയോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കാം. അവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് എന്റെ അമ്മയെ ഇഷ്ടമില്ലാത്തതുപോലെ അവനവന്റെ അച്ഛനെയും ഇഷ്ടമില്ല, ചിലപ്പോ അതിനേക്കാൾ ഏറെ. കാരണം അവന്റെ ഫസ്റ്റ് ഡ്രീം, അവന്റെ ഫസ്റ്റ് ലവ് അവനിൽ നിന്ന് അകലാൻ കാരണം മൂപ്പര. 5 വർഷം മുമ്പ് തന്നെ അതിനുള്ള തിരിച്ചടികൾ ചെയ്തു തുടങ്ങിയിരുന്നു. അതിലൊന്നാണ് കണക്കിലധികമുള്ള അവന്റെ ഗേൾഫ്രണ്ട് ലിസ്റ്റും ഇന്റർനാഷണൽ പ്ലേ ബോയ് എന്ന പട്ടവും. അതോടെ അങ്കിൾ നാട്ടുകാരുടെ മുന്നിൽ തല കൊനിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അവൻ വിചാരിച്ച പോലെ തന്നെ അത് നടക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവനൊരു പെണ്ണിനോടും ഇതുവരെയായിട്ട് മോശമായിട്ട് പെരുമാറിയില്ല. അവരുമായി ഒരുവിധ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ അവൻ ഡീസന്റ് ആണ്. ഇന്നലെ വരെ ആ ലിയോണിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് വരെ വെറുപ്പായിരുന്നു. ഇപ്പൊ നീ എന്തൊക്കെയാ പറയുന്നേ?
പിന്നെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച പിന്നെ അവന് ഗേൾ ഫ്രണ്ട് ന്യൂസ് പോസ്റ്റൊക്കെ നിങ്ങളൊക്കെ എന്നെ മറ്റൊരു തരത്തിൽ നെഗറ്റീവായി കാണാനും, അതുകൊണ്ട് ആദ്യമേ അവനെ എനിക്ക് കണ്ടുകൂടാ എന്ന പേരിൽ ഞാൻ അഭിനയിച്ചത്. എനിക്ക് എന്റെ ബ്രദർ കളഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അവനായിരുന്നു എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസവും. ഇടി നിങ്ങള് ആങ്ങളെയും പെങ്ങളും കൊള്ളാട്ടോ. ബാക്കിയുള്ളവരെ മണ്ടരാക്കാൻ എത്ര ഈസി ആയിട്ടാ കഴിയുന്നത്. ലക്കി, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, അവൻ കാരണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് പെട്ടത് തന്നെ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ആരും അറിയാതെ എങ്ങോട്ട് പോകും എങ്ങോട്ട് എന്താക്കും എന്നറിയാത്ത സമയത്ത് അവനായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത്. എന്റെ നിക്നെയിമിൽ എനിക്ക് കോളേജ് അഡ്മിഷൻ ശരിയാക്കി തന്നതൊക്കെ അവനായിരുന്നു. പിന്നെ നിങ്ങളോടൊക്കെ കൂട്ടായതിനു ശേഷമാണ് നമ്മൾ ഒരുമിച്ച് താമസിക്കലായപ്പോ പിന്നെ ഞാൻ അവനോടുള്ള കോണ്ടാക്ട് കുറഞ്ഞത്. എന്നാലും അവൻ അപ്പപ്പോ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴായിരുന്നു ചാനലിൽ എനിക്ക് ജോലി ലഭിക്കുന്നതും. അങ്ങനെ ഒരു ദിവസം അവന് എന്നോട് ഇങ്ങനെ ഒരു ഗോസിപ്പിനെ പറ്റി പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നത്. അവൻ പറഞ്ഞനുസരിച്ച് മാത്രം ശീലമുള്ളതുകൊണ്ട് ഞാൻ അതും അനുസരിച്ചു. അപ്പം പറഞ്ഞ പ്രകാരം അമേരിക്കയിൽ വെച്ച് അവന്റെ ഗോസിപ്പ് ന്യൂസുകൾ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുവേണ്ടി ഇൻഫർമേഷനൊക്കെ ഫോട്ടോസൊക്കെ തന്നത് അവൻ തന്നെയായിരുന്നു. എന്നാ അവന് തിരിച്ച് നാട്ടിലെത്തിയത് ശേഷം ഞങ്ങൾ പരസ്പരം മീറ്റ് ചെയ്തിട്ടില്ല. ഫോണിലൂടെ ഉള്ള മെസ്സേജ് മാത്രമായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിങ്ങളെ ഫ്രണ്ടാണെന്ന്, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്നും അവൻ അറിയില്ല. അതറിഞ്ഞ അവൻ അടുത്തതായിട്ട് എന്നോട് ആവശ്യപ്പെടുന്നത് നിനക്ക് പാര പണിയാനായി ഉണ്ടെങ്കിൽ. കാരണം നിങ്ങൾ തമ്മിൽ അത്ര നല്ല പൊരുത്തത്തിലല്ലല്ലോ പോകുന്നത്. എനിക്കാണെങ്കിൽ അവന്റെ വാക്കനുസരിച്ചിട്ടേ ശീലമുള്ളൂ എന്ന് കരുതി നിനക്ക് പണി തരാനും എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഫ്രണ്ട്സ് ആണെന്നും ഞാൻ ഇവിടെ താമസിക്കുന്നതെന്നൊന്നും അവനോട് പറഞ്ഞിട്ടില്ല. തൽക്കാലം അവനത് അറിയാതിരിക്കുന്നത് നല്ലതെന്ന് കരുതി. കോപ്പെ ഏട്ടനും കൊള്ളാം പെങ്ങളും കൊള്ളാം. അവന്റെ വാക്ക് കേട്ട് ഞങ്ങൾ നേർക്ക് എങ്ങാനും വന്നാലുണ്ടല്ലോ അന്ന് നിന്റെ അടിയന്തരായിരിക്കും. അവിടെ ഒരു ബ്രദറും. ലേക്ക് അവനെ കുറിച്ച് പറയുമ്പോ സൂക്ഷിച്ചാണ് സംസാരിക്കാം. മുമ്പ് ഞാൻ അതൊക്കെ കേട്ട് നിന്നെന്ന് കരുതി ഇനി അങ്ങോട്ട് അങ്ങനെ ആകുമെന്ന് കരുതണ്ട, കേട്ടല്ലോ. നീ അവന്റെ പേരുമായിട്ട് എന്നെ ഭീഷണിപ്പെടുന്ന കൊള്ളാലോ. കാര്യം പറഞ്ഞതാ. എന്റെ ബ്രദറിനെ കുറിച്ച് അനാവശ്യം പറയുന്നത് കേട്ടാ ഞാൻ കേട്ടു നിന്നെന്ന് വരില്ല. ഇനി എല്ലാരോടും കൂടി ചോദിക്കുക, നിങ്ങൾക്കാർക്കും ഇടയിൽ ഇതുപോലെ വല്ല രഹസ്യമുണ്ടോ? ഇവളാരാണെന്നുള്ള ഐഡന്റിറ്റി മറച്ചു. ഈ കോപ്പാണെങ്കിൽ അവളുടെ അച്ഛന് ഓപ്പറേഷനുള്ള കാര്യം മറച്ചു. ഇവനാണെങ്കിൽ ജിയന് ഇഷ്ടമാണെന്നുള്ള കാര്യം മറച്ചു. ഇനി വല്ലതും ബൊഹയെ നിനക്ക് വല്ലതും